ഒരു സർപ്രൈസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ സർപ്രൈസ്? എന്താ പറയണോ? സർപ്രൈസ് ഒക്കെ പതിയെ പറയാം ഗൈസ്. എല്ലാം നമ്മുടെ ലൈഫ് ഫുള്ള് സർപ്രൈസ് ആണ്. കാണിക്കുന്നത് നന്നായി. ഓക്കെ പോയില്ലേ? ആ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നൊരു ഓഫീസ് സ്റ്റോറിയാണ്. അതെ, ഇന്നൊരു ഓഫീസ് ഡേ ഇൻ അവർ ലൈഫ് ആണ് ഗൈസ്. മൈ ലൈഫ് അല്ല, അവർ ലൈഫ്. ഓഫീസ് ഡേ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ഓഫീസിലേക്ക് ഇറങ്ങാം. പോവല്ലേ? മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു മഴക്കാറൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം വഴിയിൽ മഴ കിട്ടുമോ എന്താന്നൊക്കെ. ഒരു മഴക്കാറുണ്ട്, നമുക്ക് പോവാം. മഴയ്ക്ക് മുമ്പ് നമ്മൾ എന്തായാലും എത്തണം. ഇതാ നമ്മുടെ വണ്ടി, പോവാം ഗൈസ്. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? സൺഗ്ലാസ് ഒക്കെ ഇട്ട് പൊളിച്ചു, പക്ഷെ സണ്ണില്ലേലും സൺഗ്ലാസ് ഒരു വികാരമാണ് ഗൈസ്. പോവാം. നമ്മൾ പാർക്കിങ്ങിലെത്തി. ഇത്ര വെയിലൊന്നും ഇല്ലായിരുന്നു, മഴ പെയ്തില്ല. ജസ്റ്റ് നമ്മള് മഴ പേടിപ്പിച്ചുള്ളൂ, മഴ പെയ്തൊന്നുമില്ല. ഇവനെന്താ പറയുന്നേ? ഇതാണ് നമ്മളെ വലിയ ചെറിയ പാർക്കിംഗ്. ഇത് ആക്ച്വലി ഇവന്റെ പാർക്കിംഗ് അല്ല, എന്റെ ആണ്. ഇവൻ അടിച്ചു മാറ്റിയതാണ്. അതെന്റെ സ്കൂട്ടർ പാർക്കിംഗ് ആണ്, ഇവൻ അടിച്ചു മാറ്റിയതാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഇട്ട ജാക്കറ്റ് അയക്ക്. ജാക്കറ്റ് ഒക്കെ ഇട്ട് വന്നേക്കുന്നു. മഴയും ഇല്ലായിരുന്നു, വെയിലും ഇല്ലായിരുന്നു. അവസ്ഥ നോക്കി എല്ലാം ഞാൻ പരത്തിട്ട് പോകണം. ഇതാണ് നമ്മുടെ പോണ്ട്. വെള്ളം ചാടുന്നുണ്ടോ? ചേട്ടൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു ഗൈസ്. എന്താ മോർണിംഗ് സീൻസ്? ഓ നല്ല സീന്. മോർണിംഗ് അല്ല, 11 മണിയായി. ഓടി പോവാൻ നോക്ക്. നമ്മൾ കുറച്ച് പണിയെടുത്തിട്ടാണ് ഗൈസ് വന്നത്. യെസ്, അതാണ്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വരിക സാധാരണ. ഇതേ നമ്മൾ കണ്ണാടിയില്ലേ, ഇതേ ഞാൻ. ഇതാണ് ഗൈസ് വിപ്രോ. ദിസ് ഈസ് ലുലു സൈബർ ടവർ 2. ഗൈസ് ഒരു കോഫി എടുത്തിട്ടുണ്ട്. എന്തത്? കോഫി കുടിക്കാണോ? കോഫിയാണോ ക്യാപ്പച്ചിനോ ആണോ? ഞാനും ക്യാപ്പച്ചിനോ വിത്തൗട്ട്. പോവാം, കഴിക്കാൻ പോവാം. എന്താ, എവിടെ കഴിക്കാൻ പോകുന്നത്? ഇവിടെയാ? നമുക്കിന്ന് കാർത്തിക രസ് കഴിക്കാൻ പോയാലോ? കാർത്തിക രസ് പോയിട്ട് നല്ല ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം, പിന്നെ കക്ക ഫ്രൈ ഒക്കെ കഴിക്കാം അവിടെ പോയാ. എന്താ പറ്റിയത്? ഓ ശരിയല്ലേ, കക്ക ഫ്രൈ. ഓ ഗൈസ്, ഇവക്ക് കക്ക ഫ്രൈ കഴിച്ചിട്ട് ഒരു പണി കിട്ടി. അതെന്താന്നറിയാൻ മറ്റേ ഞങ്ങളൊരു വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോ കാണും ഗൈസ്. ഞാൻ ഈ ഐക്കണിൽ ആഡ് ചെയ്യാം ആ വീഡിയോ. എന്താ പറ്റിയാന്ന് ഇവള് പറയുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്ന് നമ്മൾ അവിടെ പോകുന്നില്ല, കക്ക ഫ്രൈ കഴിക്കുന്നില്ല. ലൈഫിൽ നിന്ന് കക്ക ഒഴിവാക്കിയോ? ഓ സീന്. അപ്പൊ എന്തായാലും നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഇവിടെ ലുലു സൈബർ ടവർ 2 കഫറ്റീരിയയിൽ ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റ്. അതുകൊണ്ട് മുടിയൊക്കെ പറക്കുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നോർമൽ. നോ ചെമ്മീൻ, നോ കക്ക. പിള്ളേരൊക്കെ ഫുഡ് വാങ്ങിയിട്ട് വരുന്നത് പാർസൽ. നോർമൽ ഫുഡ് മതിയാ. അപ്പം എന്താ കഴിക്കുന്നതെന്ന്? ബിരിയാണിയാ നിൻ്റെ നോർമൽ ഫുഡ്? കൊള്ളാം ഗൈസ്. ഇവളുടെ നോർമൽ ഫുഡ് ബിരിയാണി എന്നാ പറയുന്നത്. എന്തല്ലേ
ഇപ്പോൾ ബിരിയാണിയൊക്കെ നോർമൽ ഫുഡായി. പണ്ട് ബിരിയാണിയൊക്കെ ഭയങ്കര ഒരു ഹെവി ഫുഡാണ്. നമ്മൾ പുറത്ത് പോയാലേ കഴിക്കാൻ പറ്റുള്ളൂ. മീൻസ് ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ ബിരിയാണി കഴിക്കാൻ പറ്റുള്ളൂ. ഗൈസ് ഇന്ന് ഞങ്ങൾ ലിഫ്റ്റിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ അപ്പുറത്തെ ഉള്ള ലിഫ്റ്റിൽ കയറി. ബാക്കിയുള്ളവരല്ലേ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ലിഫ്റ്റിൽ കയറി. ഗൈസ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കണ്ടോ? ഔട്ട്ഫിറ്റ് ദിസ് ഇസ് ടുഡേയ്സ് ഔട്ട്ഫിറ്റ് ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞാൻ നല്ല ലുക്കായിട്ടുണ്ട്. എന്താ കട്ട് ചെയ്യാൻ? ഒന്നും കട്ട് ചെയ്യില്ല. എന്താ നോക്കിയിരിക്കുന്നത്? നമ്മുടെ 186 ആയിരുന്നു നമ്മുടെ ടോക്കൺ നമ്പർ. 183 ആയി. വരുമോ നമുക്ക് നോക്കാം. കുറേ നേരമായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ വാങ്ങിയത്? നീയല്ലേ വാങ്ങിയത്? ഞാൻ വാങ്ങിയത് കൊണ്ടാട്ടം ബിരിയാണിയാണ് വാങ്ങിയത്. കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം. എന്റെ കയ്യിൽ പപ്പടല്ലേ? ഓഹോ, ചിക്കൻ കൊണ്ടാട്ടമാണ് ഗൈസ്. ചിക്കൻ കൊണ്ടാട്ടം കാണിച്ചു തരാം. ആണ് ചിക്കൻ കൊണ്ടാട്ടം പീസ്. ഒന്നുകൂടെ പറയാൻ പറ്റില്ല. മര്യാദ കഴിക്കാൻ നോക്ക്, വിശക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു ഗ്രേവി ഉണ്ടാവും. കൊണ്ടാട്ടം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മലബാറിൽ നിന്നാണ് വന്നത്. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. ഇവര് ഈ ചില്ലൗട്ട് എന്ന് പറഞ്ഞ മലബാർ റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റ് ഓഫ് മലബാർ എന്ന് പറഞ്ഞ അവർ ഇട്ടേക്കുന്നത്. അപ്പൊ അവരുടെ കൈൻഡ് ഓഫ് ഫുഡാണ്. എന്നാലും നല്ല ഫുഡാണ്. കൊണ്ടാട്ടം ബിരിയാണി നല്ലതാണ്. അടിപൊളി കൊണ്ടാട്ടം ബിരിയാണി. നമ്മൾ കഴിച്ചിട്ട് വരാം. ഗൈസ് നമ്മൾ പോകുമ്പോൾ നല്ല വെയിലായിരുന്നു. അകത്ത് കയറി കഴിഞ്ഞ് ഒരു നല്ല മഴ പെയ്തിട്ടുണ്ട്. എന്താ ഫുള്ള് നനഞ്ഞിരിക്കുന്നുണ്ടോ? എല്ലാം തീർന്നു. പിന്നെ വെയിലായി. പിന്നെ വെയിലായി. എന്താല്ലേ പെട്ടെന്നൊരു മഴ. അതെ, ഓഫീസിൽ കയറാം. ഓഫീസിൽ കയറി കുറച്ച് നേരം ഒന്ന് പണിയെടുക്കാം. അതാണ് പറയാൻ വന്നത്. ലുലു സൈബർ ടവർ 1 ലിഫ്റ്റില് മിറർ ഇല്ല ഗൈസ്. അതുകൊണ്ട് മിറർ പിക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക്. നല്ല കാറ്റ്. ഞാൻ പറഞ്ഞു പോവാം. മരങ്ങൾ ഇങ്ങനെ കൂടുതലായതുകൊണ്ടാണ് കാറ്റ് കൂടുതൽ വരുന്നത്. അറിയോ എന്നൊക്കെ? ഓ എന്താ കാറ്റ് ഇപ്പൊ തടിച്ചെന്നാണോ പറയുന്നത് നീ? ഓ കണ്ണില് സൺ ഞങ്ങളെ കിസ് ചെയ്ത് സണ്ണിന് മടുത്തില്ല. എല്ലാരും വീട്ടിലേക്ക് പോവാ. നമ്മൾ എന്നിട്ട് ചായ കുടിക്കാൻ പോവാ. എല്ലാരും വീട്ടിൽ പോകുന്ന സമയത്ത് അവള് ചായ കുടിക്കാൻ പോകുന്നത്. എന്നിട്ട് ബാ ചായ കുടിച്ചിട്ട് പോവാ. ചേച്ചിമാരൊക്കെ ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ വീട്ടിൽ പോവാ. നമ്മളെ പോലെ പണിയെടുത്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇവിടെ. അതെ, ഒരു സർപ്രൈസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ സർപ്രൈസ്? എന്താ പറയണോ? സർപ്രൈസ് ഒക്കെ പതിയെ പറയാം ഗൈസ്. എല്ലാം നമ്മുടെ ലൈഫ് ഫുള്ള് സർപ്രൈസ് ആണ്. കോഫി വിത്തൗട്ട് വെറൈറ്റി ഓഫ് സ്നാക്സ് ഇൻ ചിൽ ഔട്ട്. ഇതെന്താ ഈ സ്നാക്സിന്റെ പേരെന്താ പറ? ഉന്നക്കായല്ലേ? അതെ, ആണോ? പപ്സ്. നമ്മളെ കോഫി. ഇതെന്താ? ദിസ് ഈസ് കൊള്ളാക്കട്ട ഗൈസ്. അയ്യോ ഇതെന്താ ഒട്ടിപ്പിടിച്ച്? കൊഴുക്കട്ട. ഒരുത്തൻ പറയുന്നത് ഇത് കൊള്ളാക്കട്ടാന്ന്. ഞാൻ ഒരുത്തനെ എപ്പോഴോ ഒരുത്തൻ എവിടെയോ ഞാൻ ബില്ലടിക്കാൻ പോയപ്പോൾ ചേട്ടാ ഒരു കൊള്ളാക്കട്ടാന്ന്. അതെ, ദിസ് കൊഴുക്കട്ട. ഇതെന്താ? ഇതൊരു ബട്ടർ ക്രീം ബൺ. ദിസ് ഇസ് എ ബട്ടർ ക്രീം ബൺ ഇൻ ചിൽ ഔട്ട്. ആക്ച്വലി എനിക്ക് വയറിന് മറ്റേ പണി കിട്ടി കക്ക കഴിച്ച് പണി കിട്ടിയതിന് ശേഷം എനിക്ക് എരിവുള്ള ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എരിവുള്ള എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും വയറിന് എരിച്ചില് പോലെ വയറ് എരിയുന്നു. അതുകൊണ്ട് ഇന്ന് സ്വീറ്റ് ആയിട്ട് കഴിക്കാന്ന് ഓർത്തു. നമ്മുടെ ഡയറ്റ് വേണ്ടി മാത്രം ഞാൻ ഈ സ്വീറ്റ് കഴിക്കുന്നത്. ഓപ്പോസിറ്റ് കൊടുത്താൽ അത് വർക്കാവുമോ എന്നുള്ളൊരു തോന്നൽ.
ഇങ്ങനെ വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഭയങ്കരമായിട്ട് വയറ് എരിഞ്ഞോണ്ടിരിക്കുന്നു. കഴിച്ചോക്ക്. ബിരിയാണി കഴിച്ചതാ. അതെ, സ്വീറ്റ് സ്പൈസി ആയിട്ട് കഴിച്ചോണ്ടേ. സ്വീറ്റ് അല്ലല്ലോ. പോലത്തെ പണിയായിരുന്നു ഞാൻ വിചാരിച്ചു. എനിക്ക് ഇതിനു മുമ്പ് വയറരിച്ചിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഗ്യാസ് ഒന്നും അങ്ങനെ എനിക്ക് വരുന്നതേ അല്ല. അപ്പോൾ ഭയങ്കര ഗ്യാസും വയറെരിച്ചില്ല പ്രത്യേകമായിട്ട്. കഴിച്ചോക്കെ, ഇത് കുറയോ നമുക്ക് നോക്കാം. ആരും കക്ക കഴിക്കല്ലേ എന്നാണ് ഇവള് പറയുന്നത്. നല്ല കക്കയാണെങ്കിൽ നോക്കി കഴിക്കുക ഗൈസ്. കഴിക്കുന്ന കക്ക നല്ലതാണോ നോക്കി കഴിക്കുക. വീട്ടിലുണ്ടാക്കി മര്യാദയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിക്കണം. ഇത് കൊഴുക്കട്ട ഒട്ടി പിടിക്കുന്നുണ്ട് ടിഷ്യൂല്. ഓക്കെ, ഞാൻ എന്നാൽ ചായ കുടിക്കും. ഗൈസ്, നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ടോ, സ്കൈ എന്താ ഇത്? ഓറഞ്ച് കളറിലുള്ള സ്കൈ. എനിക്ക് തോന്നുന്നു സൺസെറ്റായി. പേർപ്പിൾ ഷെയ്ഡാ നമ്മൾ കണ്ണിൽ കാണുന്നത്, പക്ഷെ ക്യാമറയിൽ കാണുന്നില്ല ഗൈസ്. ഡയറക്റ്റ് നോക്കുമ്പോൾ ഒരു പേർപ്പിൾ ഷെയ്ഡ് ഉണ്ട്. അടിപൊളി. ഈവനിങ് സൺസെറ്റ് ടൈം. മോർണിംഗ് അല്ലാത്തൊരു ഷെയ്ഡ് ഉണ്ടല്ലോ. അതെ, സണ്ണ് സെറ്റ് ആവുന്ന സമയം. എണീക്കാറില്ല. വൈകിട്ട് ഈ സമയത്ത് പുറത്ത് വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മള് യൂഷ്വലി ഓഫീസിൽ നിന്ന് ഈ സമയത്ത് ഇറങ്ങാറില്ല. നൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ ഇത് വളരെ റെയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാലും കൊള്ളാം. അപ്പൊ നമ്മൾ പോവല്ലേ, ഇറങ്ങല്ലേ? മെട്രോന്റെ വർക്ക് ചെയ്യുന്ന ക്രെയിൻ കണ്ടോ? ഇതെങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഞാൻ എപ്പോ ആലോചിക്കും. എനിക്ക് തോന്നുന്നു അതെങ്ങനെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. അത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഭയങ്കര വലുതാ, ഒരു ലോറിയിലൊക്കെ കൊള്ളുന്നതിനേക്കാളും. സ്കൈ കണ്ടോ, സ്റ്റിൽ അതേ ഷെയ്ഡിൽ നിൽക്കുന്നുണ്ട്. സ്കൈ ഇവിടെയൊക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ. പുതിയത്. ഇത് ഗോയിങ് ടു ബി പുതിയത്. ബിക്കോസ് ഇത് ഓൾഡ് ആണ്. പക്ഷെ ഈ പില്ലേഴ്സ് ഉണ്ടോ, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ പുതിയൊരു വേർഷൻ ആവും അതിന്റെ എക്സ്പ്രസ് വേയുടെ. സോ ഇറ്റ്സ് ലുക്ക് നൈസ്. നിനക്ക് ഏതാ, പഴയതാണോ പുതിയതാണോ ഇഷ്ടം? എനിക്ക് ഈ പില്ലറിന്റെ മുകളിൽ മറ്റേ ട്രാക്ക് വന്നിട്ടുള്ള ഒരു വേർഷൻ ഇല്ല, അപ്പുറത്തെ ഫ്രണ്ടിലുണ്ട് ആര്യസില്ല അവിടെ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാല് വെയിലൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ബൈക്കിൽ വരുവാണെങ്കിലും വെയിലൊന്നും നമുക്ക് അധികം അടിക്കില്ല. മനസ്സിലായോ? അതിന്റെ അടിയിൽ കൂടെ വരാം, മഴയും വെയിലും അടിക്കില്ല ബൈക്കിൽ വരാണ്. നല്ല തണലുണ്ട്, നല്ല സുഖമുണ്ട് അവിടെ കാണാനായിട്ട്. ഇത് ഇപ്പൊ കുറച്ചും കൂടെ മോഡേൺ ആയി. മോഡേൺ മീൻസ് ഒരു മെട്രോ, ഒരു സിറ്റി പോലെയൊക്കെ ആയി ഇവിടെ. ഇവിടെ കണ്ടിട്ട് മനസ്സിലാവില്ല, കുറച്ച് ഫ്രണ്ടിലുള്ളത് നല്ലൊരു ഫീൽ ഉണ്ട് അവിടെ. മെട്രോ പില്ലേഴ്സ് ഒക്കെ വന്നപ്പോ കുറച്ചും കൂടെ സിറ്റി. നിങ്ങൾ എന്നെ മിററിൽ കാണുന്നുണ്ടോ? നമ്മളെ ഓഫീസ് സ്പേസിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓഫീസിന്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് റൂള്. സോ അതുകൊണ്ടാണ് നമ്മൾ ഓഫീസിലെ കണ്ടന്റ്സ്, അകത്തുള്ള കണ്ടന്റ്സ് ഒന്നും നമ്മൾ കാണിക്കാത്തത്. ഓൾസോ നിങ്ങൾക്ക് ബോറടിക്കും നമ്മൾ ഇങ്ങനെ ലാപ്പിന്റെ മുന്നിൽ ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. സോ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്, അവർ ഓഫീസ് ഡേ. സോ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ പോവല്ലേ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ ഓഫീസ് വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. അതെ, ഞങ്ങൾ ഇതുപോലത്തെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. സോ അപ്പോൾ പോവല്ലേ? ബൈ. ബൈ ബൈ.